പറയുന്നത് എങ്ങനെ നമ്മളെ ഫേസ്ബുക്ക് പേജിൻ്റെ ആക്സസ് മറ്റൊരാൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. നമ്മളുടെ പരസ്യം ചെയ്യുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ പേജ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏത് പേജാണോ കൊടുക്കേണ്ടത് ആ പേജ് നമ്മൾ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ പേജ് കാണേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ആൾ പ്രൊഫൈൽസിൽ പോയാലും നിങ്ങൾക്ക് നിങ്ങളെ പേജുകൾ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മോർ പ്രൊഫൈൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പേജുകളുണ്ട് അത്രത്തോളം താഴേക്ക് പോകും. സോ ഞാനിത് എൻ്റെ പേഴ്സണൽ പേജിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഇതെടുക്കാനുള്ളത്. ഒന്ന് പ്രൊഫൈലിൻ്റെ ഏരിയയിൽ പോയിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സെറ്റിങ്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. രണ്ടും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് എത്തുക. സോ സെറ്റിങ്സ് എന്നുള്ളതിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. സോ അതിലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് പേജ് സെറ്റപ്പ്. ഇപ്പോൾ ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിലവിൽ പേജ് സെറ്റപ്പ് എന്നുള്ള ടാബിലാണ് ഈ പേജ് ആക്സസ് കൊടുക്കുന്നതുള്ളത്. സോ പേജ് ആക്സസ് എന്നുള്ളത് ഞാൻ ഓപ്പൺ ആക്കി. സോ നെക്സ്റ്റ് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബിസിനസ് പോർട്ട്ഫോളിയോ ആക്സസ്, പീപ്പിൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ്, പീപ്പിൾ വിത്ത് ടാസ്ക് ആക്സസ്. ഈ പീപ്പിൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ് എന്നുള്ളതാണ് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ. ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടാസ്ക് മാത്രം കൊടുക്കാം. അത് പോസ്റ്റ് ചെയ്യാനുള്ള അനുമതി മാത്രം കൊടുക്കാം, അഡ്വർടൈസിങ് ചെയ്യാനുള്ള അനുമതി മാത്രം കൊടുക്കാം. സോ ആഡ് ന്യൂ എന്ന് കൊടുത്താൽ അവിടെ ആ വ്യക്തിയുടെ ഇമെയിൽ ഐ ഡിയോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ അവരുടെ പേരോ സെർച്ച് ചെയ്യാം. ഈ പേര് അടിച്ചിട്ട് കിട്ടുന്നില്ല എന്നെങ്കിൽ ഇമെയിൽ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു വ്യക്തിക്ക് ഇത് കൊടുക്കാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോ ദിസ് പേഴ്സൺ ടു ഹാവ് ഫുൾ കൺട്രോൾ എന്ന് ഓണാക്കിയാൽ അവർക്ക് നമ്മളെ ഡിലീറ്റ് ചെയ്യാനും ആ പേജ് സ്വന്തമാക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയോ വ്യക്തിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇല്ല എങ്കിൽ അത് കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ. കാരണം നിങ്ങൾ കാണാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പരിചയപ്പെട്ട വ്യക്തിയാണെങ്കിലൊക്കെ ഇത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് കൊടുക്കാതിരുന്നാൽ അവർക്ക് അവരുടെ കീഴിലുള്ള സ്റ്റാഫുകളെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ അവരെ നേരിട്ട് പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഫുൾ കൺട്രോൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ഗീവ് ആക്സസ് എന്ന് കൊടുത്താൽ ആ വ്യക്തി അഥവാ നിങ്ങൾ ആർക്കാണോ കൊടുത്ത് ആ വ്യക്തി ഈ പേജിൽ കയറി വന്നാൽ അവർക്ക് അവിടെ റിക്വസ്റ്റ് കാണാൻ കഴിയും. അവർ നേരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. റിവ്യൂ റിക്വസ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ബിസിനസ് പോർട്ട്ഫോളിയോ ആക്സസ്. അഥവാ എൻ്റയർലി ഈ ബിസിനസ് എൻ്റെ പേജ് കിടക്കുന്നത് കോച്ച് മൂസിൻ എന്നുള്ള ഒരു ബിസിനസ് പോർട്ട്ഫോളിയോയുടെ കീഴിലാണ്. സോ മാത്രമല്ല ട്രാസി ക്രിയേറ്റീവ്സ് എന്നുള്ള ഒരു പോർട്ട്ഫോളിയോക്കും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് പോർട്ട്ഫോളിയോ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പോർട്ട്ഫോളിയോയിലുള്ള എൻ്റെ അസറ്റുകൾ അഥവാ പേജുകൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ നിങ്ങൾ ഇവിടെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് മാത്രമേ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹായ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.